ഹായ് ഹലോ എവ്രി വൺ. കുറേ നാൾക്ക് ശേഷം എൻ്റെ വ്ളോഗ്സിലേക്ക് ഐ വെൽക്കം യു ഓൾ. ഐ വാസ് ഗോയിങ് ത്രൂ എ വെരി ടഫ് ടൈം. ഇപ്പോഴും അതിലൊക്കെ തന്നെയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ഹീലായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. കൂടെ മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ വേഗം കാര്യത്തിലേക്ക് എത്താം. ഞങ്ങളിവിടെ അതിരപ്പള്ളിയിലുള്ള നിരാമായ സംരംഭം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുകയാണ്. വൈ? ബിക്കോസ് അമ്മയുടെ ബർത്ത്ഡേയാണ്. അപ്പം അമ്മ അറിയാതെ ഒരു സ്റ്റേക്ക് പോകാം, നമുക്കൊക്കെ ഒരു ബ്രേക്ക് അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ന് രാത്രി സർപ്രൈസ് ചെയ്യാനുള്ള പ്ലാനാണ്. ബർത്ത്ഡേക്കിൽ എനിക്ക് പറഞ്ഞാൽ കൊണ്ടുവന്നേക്കണം. പക്ഷേ ഇവിടെ ഒരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അമ്മയ്ക്കറിയില്ല. എന്താണ് ഇവർ ചെയ്ത് വെച്ചേക്കണ പ്രോപ്പറായിട്ടെന്നുള്ളത് നമുക്കും അറിയില്ല. ഒരു അടിപൊളി പരിപാടി എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെ പറ്റി ഞാൻ കൂടുതൽ കാണിച്ചു തരാം. സോ ബേസിക്കലി ഇന്ന് എനിക്കൊണ്ട് കഴിഞ്ഞ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു വാർഷികം പറയാം, എൻ്റെ ഒരു തിരിച്ചു വരവിന്. ബിക്കോസ് ലൈഫ് ഇസ് ഓൺ എ റോളർ കോസ്റ്റർ ഗൈസ്. ആൻഡ് എല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഒന്നും പെർമനൻ്റ് അല്ല. ഐ തിങ്ക് ആസ് എൻ ഗുഡ് ടൈംസും പെർമനൻ്റ് അല്ല, പക്ഷേ ബാഡ് ടൈംസും പെർമനൻ്റ് അല്ല. അപ്പോൾ ബാഡ് ടൈംസ് വരുമ്പോൾ എല്ലാവരും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, പുഷ് യുവർ സെൽഫ്, പുൾ യുവർ സെൽഫ്, കീപ് ഗോയിങ്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും കിടക്കാം. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യണത് നിരാമയ സംരോഹയുടെ റെസിഡൻഷ്യൽ വില്ലയിലാണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ പൂളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം. ആക്ച്വലി ഇന്നലെ രാത്രി വന്നപ്പോഴാണ് ഞങ്ങളൊരു റീലിന് വേണ്ടിയിട്ട് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കയറ്റാൻ പറ്റുന്ന ഷോർട്സ് മിസ്സായിപ്പോയി. ഇപ്പോൾ എടുക്കാനാണെങ്കിൽ ഞങ്ങളെല്ലാം വലിച്ചേക്ക്. അപ്പോൾ അവരെങ്ങാനും ഇതിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഡേ ടൈമിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല പ്രോപ്പർട്ടി, ഇത്രയും നല്ല റൂം, ഇത്രയും വൃത്തിയായിട്ട് കാണിക്കാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് നിങ്ങളും അവരും വിചാരിക്കും. അപ്പം നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഷോർട്സ് കിട്ടുമെന്ന് നോക്കാം. പിന്നെ ചില ആൾക്കാരുടെ അടുത്ത് ഓരോ സമയത്ത് ഓരോ ഉടുപ്പിടുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ്. ഇത് നമ്മുടെ പനംപള്ളി നഗറിലുള്ള ഓൾ ഓൺ വാളിലെ പരിഷ്ക എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ്. അനിത ചേച്ചിയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്വിക്ക് അങ്ങനത്തെ സീൻസ് വരുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്ത് തരാറൊക്കെ. അപ്പോൾ ഇത് അനിത ചേച്ചിയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കാണിച്ചു തരാൻ ശ്രമിക്കാം. അത്രേ ഉള്ളൂ. അമ്മ വന്നിട്ടുണ്ടോ ഇങ്ങോട്ട്? നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഓൾ ടുഗെദർ ഭയങ്കര പച്ചപ്പും ഹരിതാപമാണ്. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം. ആക്ച്വലി ഇതിൻ്റെ ഒരു ഫ്ലോറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. മുകളിലത്തെ ഒരു ഫ്ലോറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരപ്പള്ളിയുടെ തന്നെ ഒരു കഷ്ണമാണെന്നാണ് അവർ പറയണത്. ആക്ച്വൽ ഫാൾസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന ബാക്കി വെള്ളമേറിയത് ശരിക്കും എന്താ പറയുക, ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും അല്ലാതെയൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഇറ്റ്സ് റിയലി നൈസ് ആൻഡ് എസ്തെറ്റിക് പ്ലേസ്. ആക്ച്വലി ഇന്നലെ നമ്മൾ വന്ന് കയറിയത് രാത്രി ആയതുകൊണ്ട് നമുക്കിതൊന്നും അങ്ങനെ ഭംഗിയായിട്ട് കാണാൻ പറ്റിയില്ല. ബട്ട് നൗ ഇറ്റ് വെരി നൈസ്. ആൻഡ് ആ കാട് നിറച്ചും ഫോറസ്റ്റാണ്. അപ്പോൾ ബേസിക്കലി ഈ വീഡിയോ ഈ സ്ഥലം കാണിച്ചു തരാം എന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അതായത് ഇനിയിപ്പോൾ പറഞ്ഞപ്പോൾ അമ്മ അടുത്തില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അമ്മ അടുത്ത് വന്നുകൊണ്ട് ഇത്ര നേരം ഞാൻ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഈ സ്ഥലം മാത്രമല്ല, നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ധേണ്ടിധാരം. അപ്പോൾ നമ്മളത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നു. സോ ബേസിക്കലി ഇതാണ് നിരാമയയുടെ സംരോഹ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ ഏറ്റവും മുകളിലുള്ളത് വാട്ടർഫോൾസ്. ഏറ്റവും മുകളിലുള്ളത് എന്താ പറയുക, അവരുടെ വ്യൂ പോയിന്റും ഒക്കെയുമുള്ളൊരു സ്ഥലമാണ് ഏറ്റവും മുകളിൽ. അത് കഴിഞ്ഞിട്ട് അവരുടെ എന്താ പറയുക ഡൈനിങ് ഏരിയ ആണ്. അവിടെ നിന്ന് നോക്കിയാലും ഈ വാട്ടർഫോൾസ് കാണാം. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ ഓഫ് റൂംസിൽ നിന്ന് നോക്കിയാലും വാട്ടർഫോൾസ് കാണാം. സോ അവിടുത്തെ ബാൽക്കണി നോക്കി അതിൻ്റെ താഴെയുള്ള റൂംസിൽ നിന്ന് വാട്ടർഫോൾ കണ്ട് ബട്ട് യു ഹാവ് ദിസ് ഫോറസ്റ്റ് വ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും താഴത്തേക്ക് വരുമ്പോഴാണ് ഈ കാണുന്ന ഫുൾ ഏരിയ. അതായത് ഇവരുടെ ഫ്ലോർസ് തിരിച്ചാണ്. 1 എന്ന് പറയുന്നത് കയറി വരുന്നതിൻ്റെ തൊട്ട് താഴെ, 2 എന്ന് പറയുന്നത് തൊട്ട് താഴെ, 3 എന്ന് പറയുന്നത് ഏറ്റവും താഴെ. നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ്. അപ്പം ഇതാണ് ബേസിക്കലി ഇവരുടെ ഒരു റൂം സ്ട്രക്ചർ. പിന്നെ പ്രസിഡൻഷ്യൽ സ്വീറ്റ്സ് ഉണ്ട്, പ്രസിഡൻഷ്യൽ വില്ല ഉണ്ട്. പ്രസിഡൻഷ്യൽ വില്ല ഞാൻ പറഞ്ഞ അകം കാണിച്ചു തരാം. പൂളുണ്ട്, ചിലതിന് ഗാർഡൻ സ്പേസ് ഉണ്ട്. സോ ഓൾ ടുഗെദർ ഭയങ്കര രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കും തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കും ഒട്ടും എന്താ പറയുക ദൂരം ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ പെട്ടെന്നൊരു ബൈക്ക് എടുക്കുക എന്ന് പറയുന്നത് ഈ 3, 4, 5 മണിക്കൂറായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്ന അത്രയും എല്ലാ ദിവസവും അതിന് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ.
ഭയങ്കര നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ മാത്രം ഞാൻ അങ്ങനത്തെ ലോങ് ട്രിപ്സ് പോകാൻ ആഗ്രഹിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി വന്നാൽ മതി എന്നുള്ളൊരു സീൻ ഉണ്ടാവാറ്. അപ്പം ആ ഒരു സ്കീം എനിക്ക് കംപ്ലീറ്റ്ലി നല്ല രീതിക്ക് വർക്ക് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ കുറേ നേരം ഞാൻ കഥ പറയാൻ തുടങ്ങി. നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ഒന്നൊന്നായിട്ട് കാണാം. ഓക്കെ, ഇവർക്ക് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആൻഡ് രാവിലെ തന്നെ യോഗ മാസ്റ്റർ വന്നിട്ട് യോഗയ്ക്കൊക്കെ കൊണ്ടുപോകും. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അമൃതേച്ചിയായിരുന്നു ചെയ്തത്. ചേച്ചി ആ സമയത്ത് അതിനൊരു പോസ്റ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളാണ് വന്നേക്കണേ കൂടെ. കുക്കു എന്ന് പറയുന്ന പോലെ നല്ല അടിപൊളി റൂമൊക്കെ, പക്ഷെ വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതെ അതെ അമ്മേനെ ഒക്കെ എല്ലാരും കണ്ടിട്ട് കുറെ കാലമായി. എല്ലാവർക്കും ഹായ് പറഞ്ഞേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ AG വ്ലോഗ്സ് ഒക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇപ്പൊ ചോദിച്ചു തുടങ്ങി എവിടെയാണ് നമ്മുടെ അമ്മ, എവിടെയാണ് നമ്മൾ, എവിടെയാണെന്നൊക്കെ. അതെ, നമുക്ക് പിന്നെ നമ്മുടെ സ്പേസിൽ പണ്ട് നമ്മൾ പറഞ്ഞ കാര്യം, നമ്മുടെ ഇവിടെ കുറെ സ്നേഹവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷം പറിച്ചതൊക്കെ മാത്രം മതി. എന്തിനാണ് വെറുതെ നമ്മൾക്ക് ആകെയുള്ള ഒരു സ്പേസ് വെറുതെ അതും ഇതൊക്കെ പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കോണ്ടന്റ് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവാലോ. കുക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, കുക്കു ഇരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ഇതൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പഴയ AG ഫാമിലി ബിൽഡ് ചെയ്യണം. അതുപോലെ എനിക്കൊന്ന് പഴയ പോലെ വ്ളോഗ് ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ. ബിക്കോസ് ഞാൻ ആകെ മൊത്തം ഒരു ചപ്പിളി അവസ്ഥയിലായിപ്പോയി പെട്ടെന്ന്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതിനും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ സഫർ ചെയ്യേണ്ടി വരും. നമ്മളുടെ എനർജി ലെവൽ ഭയങ്കര ലോ ആവും. പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ ശരിയാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പൂളുണ്ടെന്ന്. ഇതാണ് ആ പൂള്. ഇന്നലെ ഞങ്ങൾ രാത്രി വന്നപ്പോൾ തന്നെ, രാത്രി ഇന്നലെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഫുള്ള് ചിൽ ആയി ഇരിക്കായിരുന്നു. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ തായ്ലൻഡ് പോയൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് പോയപ്പോൾ ഇതുപോലെ പൂളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലത്തായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഉണ്ട് ക്ലൈമറ്റും ഓൾസോ സെയിം. അപ്പോൾ എന്തായാലും ബാക്കി കാണിച്ചു തരാം നന്നായിട്ട്. അപ്പം നമുക്കിവിടെ സ്നേഹം മാത്രം മതി. ഓക്കെ, ലോട്ട്സ് ഓഫ് ലവ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒരു അടിപൊളി സ്പ്രെഡാണ്. ആ സ്ഥലം തന്നെ കണ്ടില്ലേ, അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതിനേക്കാളും മനോഹരമാണ്. കുറച്ചപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ ആ കാണിച്ച കാടുമൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ അവർക്കൊരു ചെറിയ ഹൈ ടീ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ സ്റ്റേ ഓൾ ടുഗെദർ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ സ്ഥലം? അടിപൊളിയാണോ? നിനക്കോ? ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾസിൻ്റെ ഇത് കാണാം. കുറച്ചുകൂടെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടാ 3 കുത്ത് എന്ന് പറയില്ലേ, അതാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി അപ്പുറത്തോട്ട് നീങ്ങിയിട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ കാണിച്ചു തരാതെ. അപ്പോൾ ഇതേ കഴിക്കാൻ പോണു. ഓക്കെ, ബൈ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും പാപ്പും ടേബിൾ ടേബിളിൽ വന്നിട്ട് ടേബിൾ ടെന്നീസ് കളിച്ചു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് May 25th അമ്മയുടെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തെന്ന് ഇടാൻ പറ്റുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് ബ്രേക്ക് എടുക്കണം എന്ന് ഞാൻ എൻ്റെ സിൻസിയറായിട്ട് ഇത് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട്. കുറച്ച് കുരങ്ങന്മാരെയും അങ്ങനത്തെ ചില സ്പോട്ടിങ്സൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കുക. അവരുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ റൂം കാണിച്ചു തരാം. അത് ഷോ യു വെയിറ്റ്. ഞങ്ങൾ ഇവരുടെ പ്രസിഡൻഷ്യൽ വില്ലയിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈവസി തന്നെയാണ്. ആൻഡ് ഓൾസോ ഇങ്ങനത്തെ ഒരു പൂൾ. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പബ്ലിക് പൂൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഒരു ചെറിയൊരു മിനി കിച്ചൺ ഉണ്ട് അവിടെ. നമുക്ക് രാവിലത്തേക്കൊക്കെ വേണ്ട ടീ, കോഫി, ഓൾ സച്ച് തിങ്സ് വി ഹാവ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഷോളൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ ചുറ്റിക്കെട്ടി വെച്ചു. അതെന്ത് ആർട്ട് വർക്കാണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്പേസും കൂടെ അവർ തന്നിരുന്നു, പക്ഷേ ഞങ്ങളത് യൂസ് ചെയ്തില്ല. റാദർ ഒരു എക്സ്ട്രാ ബെഡ് വാങ്ങിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ കിടന്നു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ട്. അപ്പോൾ അവിടെ ആയുർവേദിക് സ്പാ ഞാൻ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അതൊക്കെ വന്ന് റൂമിലാണെങ്കിലും വന്ന് ചെയ്തു തരും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇനി ഒരു സ്പായ്ക്ക് പോകാൻ പോവാണ്. എന്താണ് നവരക്കിഴി. ഇവിടെ ആയുർവേദിക് ഉണ്ട്, അതുപോലെ സ്ക്രബ് അങ്ങനെ എന്തോ സ്ക്രബും ഉണ്ട്, കിഴിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയുടെ യുവത്വത്തിൻ്റെ രഹസ്യം ഇതുപോലത്തെ കുറേ സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മ വീട്ടിൽ കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ കുടിക്കും. പക്ഷെ അവരെടുത്ത് കുടിക്കുന്നല്ല, മുതിര അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് വീട്ടിലെപ്പോഴും കഴിക്കാനൊക്കെ ഉണ്ടാവുക. ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഇനി അമ്മയുടെ ഇങ്ങോട്ട് ഇച്ചിരി ബാക്കിലോട്ടോ, അല്ലെ ക്യാമറാമാൻ മറ്റേ മതിലിൻ്റെ മുകളിൽ കയറിയിരിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളിനി മസാജ് ചെയ്യാൻ പോവാണ്. മസാജ് എന്നാണ് ഞങ്ങൾ പറയുക. മസാജാണ് ബേസിക്കലി ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്പാ ഏരിയാസ് ഒക്കെ കാണിച്ചു തരാം.
വായോ കാമ. ഇതാ ഞാൻ പറഞ്ഞ ട്രൈബാണ് ഏറ്റവും മുകളിലത്തെ സ്ഥലം. അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് വാട്ടർഫോളിയൻ റിവറിന്റെ. പിന്നെ ലോബി, ഷോപ്പ്, കഫേ സംസാരമാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. എസെൻസ് എന്താന്ന് എനിക്കറിയില്ല. എസെൻസ് അവർക്ക് ഒരു ബിയർ ആൻഡ് വൈൻ ലൗഞ്ച് ഉണ്ട്. പിന്നെ ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സ്പാ, സഭ, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോണത് ഫസ്റ്റ് ഫ്ലോർ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ലോബിന്ന് ഫസ്റ്റ് എന്നാണ്, താഴത്തെ ഫസ്റ്റ് ആണ്. അപ്പൊ മുകളിലേക്കല്ല ഇവരുടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ നിരാമയ സ്പായിലേക്കാണ് പോകാൻ പോകുന്നത്. പാസാവാക്കി കാണാം. ഫുള്ള് ഭയങ്കര വൈബാട്ടോ, ഭയങ്കര രസമാണ്, ഭയങ്കര രസമുള്ള ഏരിയ. ഈ ഏരിയ പാപ്പു കണ്ടിട്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ റൂമിൽ പോകാനുള്ള ഒരു ഇത് കിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. ഒരു ഈവനിങ് കാസിയോ ഹായിക്ക് കിടക്കാം. ആയുർവേദിക് ഉണ്ട്, വെസ്റ്റേൺ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ഹായ് അങ്ങനത്തെ പറയുന്നുണ്ട്. ഇൻ ഹൗസ് തന്നെ 4 സ്റ്റാഫ്സും ഉണ്ട്, സ്റ്റീം ബാത്ത്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. സോ ഭവ്യ ആണ് നമുക്ക് ഇതിനകത്ത് എല്ലാത്തിനും ഇന്നലെ മുതൽ എന്നെ അസിസ്റ്റ് ചെയ്ത്. ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു പാക്കേജ് എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോയ ഒരാളാണ് ഭവ്യ. അപ്പം ടോട്ടലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോൾ സ്പാ സെഷൻ. കുക്കു എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. മീൻ ബേസിക്കലി ഇത് യൂസ് ചെയ്യണം. അപ്പം ഇവിടുത്തെ ഓരോ ട്രീറ്റ്മെന്റ്സും ഇവിടെ നിന്നാണ് മസാജ്, ആയുർവേദ ബെഡാണിത്. അതിന്റെ ബാക്കിലായിട്ടാണ് കാണുന്നതാണ് ശ്രീകൃതി. ഞാൻ പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്തേക്ക് മറ്റേ പട്ടാളം സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും ലീസ്റ്റ് കേസ് എല്ലാവരും അതിലേക്ക് കണ്ടിട്ടുണ്ടാവും. നോർമലി നമ്മൾ അവിടെ കൊച്ചിയിൽ ഞാനെപ്പോഴും പറയാറില്ല, ഞങ്ങൾ പോണ സ്പാരോ എന്ന് പറയുന്ന ഒരു സ്പാ അവിടെയാണ്. പക്ഷേ ആയുർവേദിക് നല്ല ട്രീറ്റ്മെന്റ്സ് അധികം പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ദാറ്റ്സ് വൈ വി ചോസ് ടു ഡു ദാറ്റ്. ആൻഡ് ഓൾസോ ഞങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞില്ല നല്ല ഒരു ബാക്ക് ഷേപ്പിലാണ്. വി ഓൾ നീഡ് ദറ്റ് കൈൻഡ് ഓഫ് റെജുവിനേഷൻ. അപ്പം അതുകൊണ്ട് തുടങ്ങാം. ഞാൻ അങ്ങനെ കപ്പിളായിട്ട് മസാജ് ചെയ്യുന്നത് അല്ലേ? ജനിച്ചപ്പോൾ ഞങ്ങൾ കപ്പിളല്ലേ? എന്നെ ഇങ്ങനെ എടുത്തോണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നടക്കാം അല്ലേ? എനിക്ക് വിഷയം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കമ്പനി ഞാൻ പോവാം. തിരുമല്ലേ? ഓക്കെ, ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് സെറ്റാക്കാൻ പോകുന്നത്. ഇത് നവരയുടെ പൊടിച്ചതാണോ? നവര സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഇത് തേനാണോ? അല്ല, ഇത് ഓയിലാണ്. മഹാനാരായണ ഓയിൽ. ഇത് ക്ഷീരബലം ഫോർ ദ ഹെഡ്. അതിന്റെ സ്ക്രബ് മിൽക്കായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ഞങ്ങളെ വെളുപ്പിച്ചെടുക്കും. ഞങ്ങൾ പറഞ്ഞു വെളുപ്പിച്ച് പുഷ്ടിപ്പെടുത്തി എടുക്കും, സെറ്റാക്കും. ശരി എന്നാ അപ്പൊ കാണാം. ഇനി ബാക്കി എല്ലാം ഇതിന് ശേഷം ആഫ്റ്റർ. അങ്ങനെ അമ്മയും ഞാനും ട്രീറ്റ്മെൻറ്റ് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് ബാക്കി ചെയ്യാനുള്ള സെറ്റപ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ റിലാക്സ്, റെജുവിനേറ്റ് ആൻഡ് റിജോയ്സ് ചെയ്യാൻ പോവാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. സ്റ്റീം എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. വെരി വെരി റിഫ്രഷിംഗ് ആയിരുന്നു. ഓൾസോ ഈ നവരയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്കിന്നിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഗ്ലോ കാണാം. ആൻഡ് ഇത് ഹാംലെസ് ആണല്ലോ, കാരണം ഇത് വേറെ കെമിക്കൽസ് എന്നുള്ള പരിപാടിയല്ല. അപ്പൊ അങ്ങനെ അമ്മയുടെയും എന്റെയും ഫുൾ കഴിഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടാ? ശബ്ദമൊന്നുമില്ല. നവരക്കിഴി അല്ല, നവരത്തേപ്പ്. എന്നിട്ട് അതിനകത്ത് ഒക്കെ ഇരുത്തി ഞാൻ എന്റെ കാണിച്ചു തന്നില്ലേ, അമ്മയുടെ എന്റെ കഴിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ സംരോഹയുടെ ഈ ഒരു സാധനത്തിന് നമുക്കൊരു 10 on 10 കൊടുക്കാം അല്ലേ? ഈ ഒരു സ്പാ വാസ് ഓൾസോ വെരി നൈസ് സ്പാ. ഓക്കെ, ഇനി അടുത്ത് എന്താ? ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം. ഓൾവേസ് ഭക്ഷണം ഓൺലി. ഇപ്പൊ വിശപ്പായി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, താങ്ക് യു, ടാറ്റാ. അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നോണ്ടിരുന്നപ്പോ ഇവിടെ നല്ല മഴയാണ്. നല്ല രസമായിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയുള്ള വ്യൂ ആ. ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമല്ലേ? കാണാൻ പറ്റില്ല. എന്താന്നറിയാൻ മഴ, മഴയും പുകയൊക്കെ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നല്ലേ? അതെ, മഴയും വെയിലും കണ്ടിട്ടുണ്ട്, പക്ഷെ മഴയും പുകയും അങ്ങനെ കണ്ടിട്ടില്ല.
സോ ഇതാണ് ഇവിടുത്തെ റെസ്റ്റ് റൂം. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മാത്രം ലേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോകാൻ ബെല്ലടിച്ച് കേട്ടവരാണ്. ചേത്തിയോളെ കഴിക്കും ഞങ്ങൾക്ക്. ഇപ്പോൾ ബൈ. സോ അപ്പ് നെക്സ്റ്റ് വി ഗോണ ഹാവ് ലഞ്ച്. എന്താ കഴിക്കാൻ പോണ? ഫുഡ്. ട്രിപ്പ് പ്ലാനർ യൂട്ടെൽ എന്താ ഭക്ഷണം അറിയില്ലേ? ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നോളാനാണ് പറഞ്ഞിരിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ശുഷ്കാന്തി ഒന്നും കാണണല്ലോ. ഓ എനിക്ക് പ്രായമൊന്നുമില്ല. അമ്മാമ്മ നോക്കിയപ്പോൾ എനർജി. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ബോയ് ആയിട്ട് തോന്നാൻ വേണ്ടിട്ടാണ് കുക്കുവിനെ കൂടുന്നത് അല്ലേ? ഒരാളെങ്കിലും ഒരു ബോയ് ആയിട്ട് തോന്നണ്ടേ അല്ലേ? നീ എന്തോടെ കാര്യമായിട്ട് എടുക്കണം? ഓ ഇപ്പൊ ഫുള്ളതാ. നേരത്തെ പറഞ്ഞു എന്തെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഫുള്ള് സ്പോണ്ടേനിറ്റി ആണ്. സോ ഇതൊന്നും ഞാൻ ഇനിഷ്യൽ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല തുടക്കത്തിൽ. ഇതാണ് ഇവരുടെ ലോബിയൊക്കെ. എന്താ ഒരു കള്ളലക്ഷണം. അങ്ങനെ ലോബിയിൽ നിന്ന് നേരെ വരുന്നത് ആ ഡൈനിങ് സ്പേസിലേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് എസൻസ് എന്ന് പറയുന്ന ആ ബിയർ ആൻഡ് വൈൻ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ലഞ്ച് അവിടെ അറേഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. ഇത്ര അടിപൊളി വ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് അതിരപ്പള്ളിയിൽ ഞാൻ വേറെ പോയിട്ടില്ല. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചിലേക്ക് കിടക്കണം. അതിന് മുമ്പ് കുറച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുന്ന സീനാണ്. അവിടെ ഇടയ്ക്കൊന്നും ഓവർ ആവട്ടെ ചേച്ചി. ലൈക്ക് മോം ലൈക്ക് ഡോട്ടർ. അതെന്താ? അയ്യോ പറ എന്താ? ഓർ യു വാണ്ട് ഇറ്റ്? You want it for me or you want it for yourself? പാപ്പ എൻ്റെ അടുത്ത് പറയാണ് ഇന്നലെ വാങ്ങിച്ച ചെമ്മീൻ വേണം എന്നല്ലേ. അല്ല നിനക്ക് വേണ്ട, നിനക്ക് വേണ്ട, അത്രേ ഉള്ളൂ. കുഞ്ഞമ്മേനോടുള്ള സ്നേഹം. ഇവിടെ വൻ ഫോട്ടോ ഷൂട്ട് കേട്ടോ, വൻ സീന. ഒരു സ്ലോമോ എടുക്കാൻ പറഞ്ഞ പിന്നെ ഓ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞേ ആ കാണുന്നതാണ് അതിരപ്പള്ളി ഫാൾസ്. ഓക്കെ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ. ഡൈൻ ചെയ്യുന്നതിനൊപ്പം കിട്ടുന്ന വേറെ സ്ഥലങ്ങളധികം നമ്മൾ പോയിട്ടില്ല അല്ലേ? അതിരപ്പള്ളിയിൽ എല്ലാവരും പോകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അത് കാണാനാണ്. പക്ഷെ നമ്മൾ വന്ന് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ജാക്ക്പോട്ട്. സോ pretty much a jackpot. And look at this. മറ്റേ പാട്ടാണ് അകലെ ആരോ പാടുന്നു, അകലെ ആരോ പാടുന്നു, ചന്തമില്ല കാലം കൊണ്ടുവച്ച ഒരു സ്വപ്നജാലം എനിക്ക് ലിറിക്സ് അറിയാൻ പാടില്ല. പക്ഷെ ആ പാട്ടിന് ഒരു ഫീലിംഗ് ഇല്ല, ആ ഫീലിംഗാണ് ഈ സ്ഥലത്തിന്. അതെനിക്ക് ഇതിനപ്പുറത്തോട്ട് ഈ സ്ഥലത്ത് വരുമ്പോഴൊരു അനുഭൂതിയെ പറ്റി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ പാട്ട് എങ്ങനെയാണോ ആ ഒരു ഫീലിംഗിൻ്റെ സ്ഥലം. പെട്ടെന്ന് സ്റ്റക്ക് അല്ല. ഇത് ചാലക്കുടിയിലുള്ള ഒരു പ്രൊഡക്ഷനാണ് ആക്ച്വലി. ഇപ്പോൾ ബൊട്ടാനിക്കാനായിട്ട് അതിനകത്ത് ഈ ഇത്രയും സാധനങ്ങളുടെ ഒക്കെ ഒരു ഫ്ലേവർ വരും അല്ലേ? ഓ നൈസ് നൈസ്, അടിപൊളി. ചേട്ടനെ ഞാനൊന്ന് പേടിപ്പിച്ചൊന്ന് പെട്ടെന്ന്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സിൻഡോ. എനിക്ക് തരാതെ ഇവർ രണ്ടുപേരും മൊഹിത്തോയും പിനാക്കോളയും കൂടി. അത് മൊഹിത്തോ അല്ല, അത് പിനാക്കോളാഡയാണ്. പിനാക്കോളാഡ. കോക്കനട്ട് മിൽക്കും പൈനാപ്പിളും ആണ് ബേസിക്.
അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പോലെ നാടനായിട്ടും പാപ്പുവിനൊരു ചിക്കൻ സ്റ്റേക്കും ആയിരുന്നു പറഞ്ഞ് നാടനായിട്ട് മിക്സ് ചെയ്തെടുത്തോളാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ തന്നു. പിന്നെ അങ്കമാലി മാങ്ങാക്കരയുടെ ഒരു ഫാനാണ് ഞാൻ അറിയാമല്ലോ, അത് പറഞ്ഞപ്പോൾ അവരതും പ്രിപ്പയർ ചെയ്ത് തന്നു. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇത് പുളിശ്ശേരി ഉണ്ട്, മാങ്ങാക്കറി ഉണ്ട്, ഇതുണ്ട് ചിക്കൻ വറുത്തരച്ച്. ഇതിൽ പുളിശ്ശേരി ഉണ്ട്, മാങ്ങാക്കറി ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഇതുണ്ട്, പിന്നെ മട്ടൻ ഉണ്ട്, പപ്പടം ഉണ്ട്, അങ്കമാലി മാങ്ങാക്കറി ഉണ്ട് കേട്ടോ. ചിക്കൻ ചിക്കൻ വറുത്തരച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കുന്നു. അടിപൊളി കേട്ടോ, കഴിക്കാം. സുഖമാ. എനിക്കിഷ്ടമായില്ല അമ്മ ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു. കൂടെ വേണ്ടേ? അങ്കമാലി മാങ്ങാക്കറി എന്നൊക്കെ പറയണതൊക്കെ ശരിക്കും അമ്മയുടെ നാട്ടിലെ സ്ഥലമാണ്. അവിടെ കുട ഉണ്ടായിട്ട് കുട എടുക്കാതെ പറഞ്ഞല്ലോ, ഞങ്ങൾ കുടയിൽ കൂട്ടാത്തല്ലോ. ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരിക്കുക. ആ അപ്പൊ അമ്മയുടെ മാങ്ങാക്കറി അല്ല, അതല്ല ഞാൻ പറഞ്ഞ അതിന്റെ ആ ഒരു എല്ലാത്തിനും അതിന്റെ ഒരു ഫ്രോൺസ് ഒക്കെ വെറുതെ മൂടായിരുന്നു. സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ഷെഫ്മാരൊക്കെ പുറത്തുനിന്നൊക്കെ ഉള്ളതായതുകൊണ്ട് പലപ്പോഴും ഫുഡ് അങ്ങനെ ഒരു വാവ് വരെ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടുത്തെ അടിപൊളിയായിരുന്നു. അല്ല, ചില സ്ഥലത്ത് ഫുഡുകൾ നല്ലതാണ്, പക്ഷെ ഇതിന് അതിന്റെ ഫുഡ് അല്ലാണ്ട് വേറെ ഒരിടത്തെ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല. താങ്ക് യു. അല്ല, ഇതിന് അതിൻ്റെതായ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയണേ, എല്ലായിടത്തെ സാധനങ്ങൾ നല്ലതാണ്, പക്ഷെ ആ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മ ഡിപ്ലോമാറ്റിക് ആയതാ. അതെ, ശരിയതാ. ടാറ്റ. അടുത്തത് ഇനി എന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. എന്ന് വെച്ചാൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന ഇത് ഒരു ബേസിക് റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, അവർ അത്യാവശ്യം പ്രീമിയമാണ്. പക്ഷെ ആ കൊടുക്കുന്ന പൈസ വേർത്താണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാനെങ്കിലും തോന്നും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ ഹാർഡ് ഏൺ മണി നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ഫീൽ വർത്ത്. ആ ഒരു ഭയങ്കര ഫീൽ വർത്ത് ഫാക്ടർ ഉണ്ട് ഇവിടെ. മഴയും കൂടെ ആയിട്ടേ ഈ ക്ലൈമറ്റിന് പറ്റിയ നല്ല മൂഡാണ് കേട്ടോ ഇവിടെ. കണ്ടത് അവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്ന സ്പേസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ വീഡിയോയിൽ നേരത്തെയും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇപ്പോൾ ജസ്റ്റ് പാസ് ചെയ്ത് പോയ ആളുടെ പേരാണ് ദിവാൻഷ്. പുള്ളിയെ പോലത്തെ ഒരു ഹോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഹോട്ടലിൻ്റെ ഒരു ആസറ്റ് ആണെന്ന് തന്നെ പറയാം. പുള്ളി നമുക്ക് വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് ഓരോ അടിപൊളി എക്സ്പീരിയൻസസ് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈവനിങ് ആയപ്പം ഈ ചാലക്കുടി റിവറിൻ്റെ സൈഡിൽ നമുക്കൊരു ഹൈ ടീ പരിപാടി സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ ഈവനിങ് ആയി, ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് തിരിച്ചോടി വന്നിട്ടാണ് അതൊക്കെ അരച്ച് വേർതിരിക്കണേ. അപ്പോൾ ഇവരിവിടെ ഈ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹൈ ടീ പരിപാടി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗോണ ബി ഫൺ. വൺ ആഫ്റ്റർ ദി അതർ ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ സമയം പോരാന്ന് തോന്നുന്ന രീതിയിലുള്ള സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സ്റ്റേ ഫോർ 3 days അല്ലെങ്കിൽ നടക്കില്ലെന്ന്. അല്ല, അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ കം ബാക്ക് ഒക്കെ. നോ വറീസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. ബീറ്റ് എനിത്തിങ്. ദേ ഹാവ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഐറ്റിനറി ആൻഡ് അത് സമയം എടുത്താൽ നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു തരും. അമ്മ എങ്ങനെയുണ്ടോ മെലാഞ്ചി? അലാഞ്ചി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ ഇച്ചിരി ശബ്ദത്തിൽ പറയോ? അതേ ടേസ്റ്റ്, അതേ ഇത് കറക്റ്റ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ. ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ആംബിയൻസ്, ഈ ഇപ്പൊ മഴ പെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഒരു കാർമേഘത്തിന്റെ മേഘത്തിന്റെ അടിയിലിരുന്ന് ഞാൻ ലഞ്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റ് ഒരു എന്താണ് അവിടെ ടേസ്റ്റ് ഉണ്ട്. പ്ലസ് വെച്ചോട്ടോ കുറേ നേരം കൊണ്ട് ബാക്കിൽ പിടിച്ചു. സോറി ഏട്ടാ, വായോ കമോൺ. ചേച്ചി പറഞ്ഞോ? താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടാക്കി തന്നെ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊക്കെ ശരിക്കും കൈകൊണ്ട് കഴിക്കുന്നത്. പിന്നെ It's the same thing that Amma used to make for us during our school time. It tastes the same. It tastes the same. That kind of only thing is that it used to be yellow. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാണ്. എഗ് ഉണ്ട്, എഗ് otherwise it tastes the same.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ പോലെ കാർമേഘങ്ങളുടെ താഴെ ഇരുന്ന് മഴ കൊണ്ട് കഴിക്കേണ്ട സീനിലേക്ക് എത്തിയായിരുന്നു. പെട്ടെന്ന് അങ്ങൊരു മഴ പെയ്തു. പക്ഷേ അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് സ്റ്റേന്നൊരു മഴ. ഞങ്ങളിവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മഴ വന്നു. ഞങ്ങൾ അതിനേക്കാളും ഭംഗിയുള്ള വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. വ്യൂ ഉണ്ടോ? മഴ പെയ്തപ്പോൾ പാപ്പു ഫുഡ് ട്രേ മാത്രം എടുത്തോണ്ട് ഓടി. ഫോണൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ടേക്ക് വന്നു. വേണ്ടതൊക്കെ എടുത്തോളം പറഞ്ഞപ്പോൾ പാപ്പു ഫുഡ് മാത്രം എടുത്തോണ്ട് ഓടി. അമ്മ ഫോണൊക്കെ അവിടെ ഇട്ടു വെച്ച്. അത് കോമ്പിനേഷൻ നന്നായിരുന്നു. മധുരം, എണ്ണയിൽ വറുത്തത്, ഇച്ചിരി എരിവ്, കാട്, മഴ. അയ്യോ, ബാക്കിൽ വരുന്ന ഒരു ഡോറാ, ഏറ്റവും ബാക്കില്. ഓക്കെ സോ ഫോൺ പിടിച്ചോണ്ട് വ്ളോഗ് ചെയ്തോണ്ട് കൊട പിടിച്ചോണ്ട് വാക്ക് ചെയ്തോണ്ട് അത്ര എക്സ്പെർട്ടൈസ് അല്ല. അതെ, തെന്നാനുള്ള ചാൻസ് വേണം. പിന്നെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ കംഫർട്ടബിളി ഇവരുടെ ഈ ഒരു ഫെസിലിറ്റിയില്, അതായത് പ്രസിഡൻഷ്യൽ വില്ലയില് ഇവർക്ക് ഇതിന്റെ അകത്ത് തന്നെ ഒരു സ്പാ സെന്റർ ഏരിയ ഉണ്ട്. അപ്പൊ പാപ്പുവിന്റെ മുടിക്ക് ഒരു പുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ട് എന്തായിരുന്നു ഭാവ്യ നമ്മളെ മുടിയിൽ ചെയ്യാൻ പോണേ? ഹെയർ സ്പായിൽ എന്തൊക്കെ വരും കൊച്ചിന്? കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പോണേ എന്തൊക്കെയാ വരുന്നേ? ഇതില് ഹിബിസ്കസ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ബഡ്സ്, പിന്നെ എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ട്. ഉലുവ ഞാൻ ചേർത്തില്ല, കാരണം കോൾഡ് വന്നാലോ ചിലപ്പോൾ. ഓക്കെ, അതുകൊണ്ട് ഉലുവ ചേർത്തില്ല. അപ്പൊ വളരെ നാടൻ ആയിട്ടുള്ള രീതികളിൽ ആയുർവേദ പ്രകാരം ഉള്ള ചെമ്പരത്തി, ചെറിയ എഗ് വൈറ്റ്, 15 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഒരു മാസ്ക് മാസ്ക് പോലെ വെച്ച് കുഞ്ഞ് മസാജ് ഒക്കെ ഉണ്ടോ? ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് കുഞ്ഞ് സ്പാ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പൊ ക്യാരി ഓൺ. ഇവിടെ കിടന്നിട്ടാണ് ഞങ്ങൾ ആകെ 2-3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും പാപ്പുവിനെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് എല്ലാം ചെയ്യാറ്. ഇപ്പോൾ ഞങ്ങളൊരു സലൂണിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പെഡിക്യൂർ ചെയ്യുമ്പോൾ ചുമ്മാ അതിൻ്റെ കാല് വെള്ളത്തിൽ മുക്കിയെങ്കിലും വെപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ആയുർവേദിക് പരിപാടി ആയതുകൊണ്ടും ചെമ്പരത്തി അതുപോലത്തെയൊക്കെ മുടിക്ക് നല്ലതായതുകൊണ്ടും പാപ്പുവിന് അങ്ങനത്തെ ഒരു ആയുർവേദിക് സ്പാ മുടിക്ക് ചെയ്തു. എന്നെയൊക്കെ ഇട്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ് മസാജ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞങ്ങളിതാ ഇനി ഡിന്നർ കഴിക്കാൻ പോവാണ്. അവർ ഒരു സ്പെഷ്യൽ ഡിന്നറാണ് നമുക്ക് ചെയ്തേക്കണേന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് പോയിട്ട് നോക്കാമെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അമ്മയും ചേച്ചിയൊക്കെ എന്താ പറഞ്ഞപ്പോൾ വീഡിയോ കട്ടായി പോയി. അപ്പം ഇതാണ് നമ്മുടെ ഈ എൻറ്റയർ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് സംരോഹിലെ ആൾക്കാർ, സ്പെഷ്യലി ദിവാൻഷ്, അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് ക്യൂറേറ്റ് ചെയ്ത് തന്നെയാണ്. അമ്മയുടെ കിളിപോയി. കാരണം നമ്മൾ ബർത്ത്ഡേക്ക് ഒരു യാത്ര പോകാം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അത് മച്ച് നീഡഡ് ആയിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഡിന്നർ ഇത്ര ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് തരും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. സാധാരണ കപ്പിൾസൊക്കെ ആണല്ലോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്യുക. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ടാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്തത്. ആൻഡ് അമ്മ ആ പൂവൊക്കെ വിരിച്ചിട്ട് സ്ഥലത്ത് ചെരുപ്പൊക്കെ ഒരു കോമഡി ആയിരുന്നു. പക്ഷേ ഷീ വാസ് വെരി ഹാപ്പി. ആൻഡ് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ പേരൻസിനെ വിഷമിപ്പിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യുമ്പം ലൈഫും വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും റിയലൈസ് ചെയ്യുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്കും മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. വിഷമിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അതായത് നമ്മൾ അറിയാതെയോ വിഷമിപ്പിച്ചൊക്കെ പോകും. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരുടെ സ്പെഷ്യൽ ഡേയ്സ് കുറച്ചുകൂടി സ്പെഷ്യലാക്കാൻ നോക്കുക. ആൻഡ് ഞങ്ങൾക്ക് സംരോഹയിൽ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബിഹാഫിലാണെങ്കിൽ പോലും സംരോഹയിലെ ആൾക്കാർ ഒരുപാട് അമ്മനെ ഹാപ്പിയാക്കി. അവരുടെ സ്റ്റാഫുകൾ ഉണ്ടാക്കിയ ഒരു ബൊക്കെയും ഒരു ലവ് ലെറ്ററും ഒക്കെയും കൊടുത്തു. ആൻഡ് ഷീ വാസ് റിയലി ഹാപ്പി. ആൻഡ് മച്ചാനത് പോരലയ എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അമ്മയ്ക്ക് ദിവാൻഷിൻ്റെയും ഓൾ ടുഗെദർ ഹോസ്റ്റിംഗ് സ്റ്റാഫ്സ് ഒക്കെ വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ട് ഒരു മടിയും കാണിക്കാതെ ഭയങ്കര സ്നേഹം തന്നു, ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ടുഗെദർ നമുക്കിത്. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ആ സൈഡിൽ നിന്നുകൊണ്ട് ഒരു അടിപൊളി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. വെരി ഹാപ്പി വിവേക് കേട്ടോ. സോ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇങ്ങനെ അതിരപ്പള്ളി ബാക്കിൽ കാണാൻ പറ്റില്ല, പക്ഷെ ബാക്കിൽ അതിരപ്പള്ളി ആയിട്ട് ക്യാൻഡിൽ ലൈറ്റ് കേട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷയില്ല. ആണോ? കാരണം അത് ആൻഡ് ഇവിടുത്തെ നിരാമയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ഇമോഷണൽ ആക്കി കളഞ്ഞു. ഇവിടുത്തെ പൂക്കളൊക്കെ വെച്ചിട്ട് ആ ബൊക്കെ കാണിച്ചമ്മ. ഈ പ്രോപ്പർട്ടിയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ബൊക്കെയാണ്. അതുപോലെ ഒരു കാർഡ് ഇവര് സ്റ്റാഫ്സ് ഒക്കെ കൂടെ സ്നേഹത്തോടെ തന്ന ഒരു കാർഡ്. ഓ, ഇത് പാപ്പു ചെയ്യണ അല്ലെ? പാപ്പുവിന്റെ ലവ് ലാംഗ്വേജ് പോലെ ഉണ്ട്. സോ
താങ്ക് യു സോ മച്ച്. ഇവരൊക്കെയാണ് അതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ. താങ്ക് യു. ഇനി ഇതാ ഫുഡ് സ്ക്രോൾസ് ചേച്ചി ഒന്ന് നോക്കി പറയോ എന്താണ് ലവ് ലെറ്റേഴ്സ് ഇതിനകത്ത്? അതെ. So, dine by design dinner. Amuse Bosch feta infused watermelon starter tandoori lollipop kondal nirachadu. Then soup, cream of chicken, beef kondatam, meen polichadu, kumaragam fish curry and kappa, butter chicken, red rice, paratha, appam, special dessert like that. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേക്കായിട്ടുള്ള അടുത്ത സർപ്രൈസ്. അപ്പോൾ സർപ്രൈസസിനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ആ ഒരു ഈവനിങ് വളരെ പീസ്ഫുൾ, ഭയങ്കര എന്താ പറയുക, വളരെ പോസിറ്റീവ് ആയിരുന്നു. ശരിക്കും സ്പാർക്ക് ചെയ്തതിനേക്കാളും നല്ല തെറാപ്പി, മെൻ്റൽ തെറാപ്പി കിട്ടിയത് ഈ ഒരു ഈവനിങ് സെഷനിലാണ്. ബർത്ത്ഡേ കേക്കിൽ ക്യാൻഡിൽ വെക്കുന്നത് ഊതിക്കെടുത്തിരുന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. അമ്മ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വട്ടവും നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ അത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യും. കാരണം നാളെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അമ്മ എങ്ങാനും ഒരു ക്യാൻഡിൽ ബ്ലോ ചെയ്ത് അപ്പം തന്നെ ആൾക്കാർ പറയരുത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ ഒരു മൊമെൻറ്റിൽ അത് കിടത്തണ്ട, അതങ്ങനെ കത്തി തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. എല്ലാവരും ഉമ്മയൊക്കെ കൊടുത്തു. അമ്മ അവിടെ ഉണ്ടായിരുന്ന പിള്ളേർക്കൊക്കെ ഓരോ പീസൊക്കെ വായിൽ വെച്ച് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓൾ ടുഗെദർ ട്രിപ്പായിരുന്നു ഇങ്ങോട്ടുള്ളത്. ഇവിടുത്തെ റേറ്റ്സും കാര്യങ്ങളും എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് അന്വേഷിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രസിഡൻഷ്യൽ വില്ലയാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ you will be more than happy, just like us. And ബാക്കി സർവീസസും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ബാക്കി റൂംസ് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി റിവ്യൂ ചെയ്യാൻ അറിയില്ല. ജെന്യൂൻ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവിടെ വരുന്ന എല്ലാവരും ചിരിച്ച മുഖത്തോട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എല്ലാം. സോ അങ്ങനെ ഞങ്ങൾ ഡിന്നറിലേക്ക് കടന്നു. അവർ നമുക്ക് സ്പെഷ്യലി ക്യൂറേറ്റ് ചെയ്ത ഒരു ഡിന്നറായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആക്ച്വലി അവിടുത്തെ ഷെഫിൻ്റെ കൂടെയുള്ള ഒരു കുക്കിംഗ് വീഡിയോ അമ്മയുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പ്രോൺസിൻ്റെ തവ, സിമ്പിളായിട്ടൊരു റെസിപ്പി, അതൊക്കെ പോയി കാണും കേട്ടോ. മിക്കപ്പോഴും നമ്മൾ ദൂരെ യാത്രകളിൽ പോകുമ്പം അവിടുത്തെ കിച്ചൺ ചിലപ്പോൾ ഫുൾ ഫ്ലെജ്ഡ് ആവാറില്ല. ഫുൾ ഫ്ലെജ്ഡ് ആണെങ്കിലും ചിലപ്പം നമുക്ക് അതങ്ങോട്ട് വർക്ക് ആവാറില്ല. എല്ലായിടത്തും നല്ല ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടുത്തെ ഫുഡ് എടുത്തു പറയേണ്ട അത്ര നല്ലതായിരുന്നു കേട്ടോ ഗൈസ്. ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു ഈ അടുത്ത് കൂന്തൽ നിറച്ചത്. അപ്പോഴൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഗുഡ്. അല്ലേ കുന്നോട്ട് ട്രൈ ചെയ്തോ? സോ ഗുഡ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് ഈ അടുത്ത് വളരെ വൈറലായിട്ടുള്ള കൂന്തൽ നിറച്ചത് കഴിച്ചത്. ഒരു രക്ഷനായിരുന്നു, അത് നല്ല രുചിയായിരുന്നു. അത് കഴിഞ്ഞ് പൊള്ളിച്ചതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിന്ന് ഒരു വഴിയായി. ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് 1-2 കിലോ കൂടിയിരുന്നു. കാരണം ഫുഡിൻ്റെ ടേസ്റ്റ് അത്രയും അടിപൊളിയായിരുന്നു. ഇനി കഴിക്കട്ടെ കേട്ടോ. കുറേ ഫുഡുണ്ട്, ഫുഡ് മാത്രമാണുള്ളത്, ഫുഡോട് ഫുഡ്. അപ്പോൾ ആക്ച്വലി വിത്ത് ദിസ് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നാളെ പാക്കിംഗ് അപ്പ് ആൻഡ് ഗോയിങ് ബാക്ക് ടു ആർ സ്ട്രെസ്ഫുൾ ലൈഫ്. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ബൈ പറയാൻ പറ്റില്ല അല്ലേ, പിന്നെ ബൈ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ വ്ളോഗ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു അമ്മ അറിയാത്ത അമ്മയുടെ ബർത്ത്ഡേ ഇതിന് വേണ്ടിയിട്ടാണ് വന്നേന്ന്. അപ്പം ഇട്ടോളം വേണ്ടിയിട്ടുള്ള അമ്മ ഹാപ്പി അല്ലേ? ആക്ച്വലി ഇവിടുത്തെ ആൾക്കാരെയാണല്ലേ പറയുന്നത്. അവരുടെ വിളിയായിരുന്നു. പിന്നെ കിടക്കുന്ന നമ്മുടെ സുരേഷിന് തിന്നിട്ട് വയറ് വേദനിച്ചിട്ട് ചൂട് പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇനി മേക്കപ്പ് ഒക്കെ കളഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ബൈ പറയാം. അപ്പൊ എനിക്ക് എൻട്രി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടുന്ന് പോകുന്നത് എന്തായാലും കാണിക്കുക. ഇതാണ് ആ സ്ഥലം. എന്ത് രസമാണെന്നറിയോ, ഓൾ ടുഗെദർ അടിപൊളി സ്ഥലം. ഞാൻ മഴപ്രേമിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ചപ്പിലായിട്ട് തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ടു അഭിരാമി സുരേഷ് വ്ളോഗ്സ്. എനിക്ക് ഞാൻ പറഞ്ഞേ എങ്ങനെയാണ് ഇനി ബാക്കി വ്ളോഗ്സ് കണ്ടിന്യൂ ചെയ്യാൻ പോകണമെന്നൊന്നും അറിയില്ല, പക്ഷേ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ ഐ മിസ്ഡ് യു ഓൾ. എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഡു പ്രേ ഫോർ മീ ആൻഡ് ഓൾ ഓഫ് us. തിരിച്ചും അതെന്നും ഉണ്ടാവും. ബൈ.